അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നൂറുൽ അബ്സ്വാർ സബക്ക് 10. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അൽ ഫസ്ലു സാലിസു, മൂന്നാമത്തെ ഫസ്ൽ. ഫി ബയാനി നജാസത്തി വ തത്ഹീരിഹാ, നജസിനെയും നജസിനെ ശുദ്ധീകരിക്കുന്നതിനെയും വിവരിക്കുന്നുള്ള മൂന്നാമത്തെ ഫസ്ലാണ്. വ അമ്മൻ നജാസത്തു, അപ്പോൾ നജസുകൾ, ഓരോ നജസുകൾ എടുത്ത് പറയുകയാണ്, ശ്രദ്ധിക്കുക. ഫഹിയ, ഈ നജസ് അൽ ബൗൽ, ഒന്ന് മൂത്രമാണ്. മൂത്രം എന്താ? നജസാണ്. വൽ ഗായിത്തു, കാഷ്ടം നജസാണ്. വദമു, രക്തം നജസാണ്. വൽ ഖൈഹു, ചലം നജസാണ്. വൽ ഖൈഹു, ഛർദ്ദിച്ചത് നജസാണ്. വൽ ഖംറു, കള്ള് നജസാണ്. വൽ നബീദു, വീഞ്ഞ്. ഖംറു നബീദൊക്കെ ഏകദേശം ഒരുപോലെയാണ്, ചില വ്യത്യാസങ്ങൾ പിന്നീട് പഠിക്കാം. നബീദ്, വീഞ്ഞ് നജസാണ്. വ കുല്ലു മുസ്കിരിൻ മായിൻ, ദ്രാവകമായ നീരായ ദ്രാവകമായ എല്ലാ ലഹരി വസ്തുക്കളും നജസാണ്. വൽ ഖൽബു, നായ നജസാണ്. വൽ ഖിൻസീറു, പന്നി നജസാണ്. വ ഫുറൂഉ അഹദിഹിമ, രണ്ടിൽ നിന്ന് ഒന്ന് പിരിഞ്ഞുണ്ടായതും, ഈ രണ്ട് നായ പന്നിയിൽ നിന്നും പന്നി നായിൽ നിന്ന് പിരിഞ്ഞുണ്ടായത് എന്താണ്? നജസാണ്. അതുപോലെ വൽ വദിയു, വദീ നജസാണ്. വൽ മദിയു, മദിയും നജസാണ്. വദീ എന്ന് പറഞ്ഞാൽ മൂത്രമൊഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഭാരം ചുമക്കുന്ന സമയത്ത് പുറപ്പെടുന്ന ദ്രാവകമാണ്. അതൊക്കെ അതിന് വിശദമായി നമുക്ക് വലിയ കിതാബിൽ നിന്ന് പഠിക്കാം. അതുപോലെ വൽ മദിയു, മതജലം. വികാരം ഉണ്ടാകുമ്പോൾ തുടക്കത്ത് പോകുന്ന ദ്രാവകത്തിന് എന്ത് പറയാം? മതജലം എന്ന് പറയാം. അതും നജസാണ്. വൽ മൈത്തത്തു, ശവം, അതും നജസാണ്. ഇല്ല സമക്ക, മത്സ്യം ഒഴികെ. വൽ ജറാദ വൽ ആദമീയ, ശവം നജസാണ്. പക്ഷെ അതിൽ നിന്ന് മൂന്നെണ്ണ ഒഴിവാണേത്? സമക്ക്, മത്സ്യം. മത്സ്യത്തിന് ആരെങ്കിലും അറക്കലുണ്ടോ? ഇല്ല. ആ മത്സ്യം ശുദ്ധിയാണ്. അതുപോലെ വൽ ജറാദ, വെട്ടുകിളി. മക്കയിലും മദീനയിലൊക്കെ അറബി നാടുകളിൽ കാണപ്പെടുന്ന ഒരു പക്ഷിയാണ് ജറാദ്, വെട്ടുകിളി. അതെന്താണ്? അത് ചത്താലും എന്താണ്? ശുദ്ധിയാണ്. അതുപോലെ വല്ല ആദമീയ, മനുഷ്യനും. അപ്പോൾ മത്സ്യവും ജറാദ്, വെട്ടുകിളിയും മനുഷ്യനും ഒഴികെയുള്ള മറ്റു ശവങ്ങൾ എന്താണ്? നജസാണ്. അതുപോലെ ലബനുമ, ഒന്നിൻ്റെ പാലും. അങ്ങനത്തെ ഒന്ന്. ലാ യുഅ്കലു ലഹ്മുഹു, അതിൻ്റെ മാംസം കഴിക്കപ്പെടുകയില്ല. അങ്ങനത്തെ ഒന്നിൻ്റെ പോലെ. ഉദാഹരണം പൂച്ചയാണെങ്കിൽ, പൂച്ചനെ നമ്മൾ കഴിക്കാറുണ്ടില്ല. അതിൻ്റെ പാൽ എന്ത് കഴിക്കാനും പൂച്ചക്ക് പാലുണ്ടെങ്കിൽ അത് നജസാണ്. വൈറൽ ആദമി, ആദമിയല്ലാത്ത, ആദമീനെ കഴിക്കൂല, പക്ഷെ പാലെന്താണ്? ശുദ്ധി കേട്ടോ. അതുപോലെ ഷഅറുൽ മൈത്തത്തി, ശവത്തിൻ്റെ രോമം. ശവത്തിൻ്റെ രോമം എന്താണ്? നജസാണ്. വഅളുമുഹ, അതിൻ്റെ എല്ലും. വശഅറു ഒയിരിൽ മഅ്കൂലി, തിന്നപ്പെടുന്ന അല്ലാത്ത ജീവിയുടെ രോമവും നജസാണ്. ഉദാഹരണത്തിന് പൂച്ചയാണെങ്കിൽ, സാധാരണ നമ്മൾ പൂച്ച നമ്മുടെ നാട്ടിലൊക്കെ പതിവാണ് ഇങ്ങനെ നമ്മൾ ചുറ്റിപ്പറ്റി അടക്കണേ. അത് തിന്നപ്പെടാത്ത ജീവിയാണ്. അതിൻ്റെ മുടി എന്താണ്? അതിൻ്റെ രോമം. ഇതൻ ഫസലഫി ഹയാത്തി, അതിൻ്റെ ജീവിതകാലത്തിൽ പിരിയുമ്പോൾ തന്നെ എന്താണ്? നജസാണ്. ഇനിയിപ്പം കുറച്ചായി കഴിഞ്ഞാൽ നജസില്ല, കൂടുതലായി നജസ് കഴിഞ്ഞാൽ നമുക്ക് വലിയ വലിയ കിതാബിൽ നിന്നൊക്കെ പഠിക്കാം. അത് നമുക്ക് അതിന് ഖിലാഫും കാര്യമൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പോൾ ഷഅറു ഗൈറിൽ മഅ്കൂലി, തിന്നപ്പെടാത്ത ജീവിയുടെ രോമവും നജസാണ്. ഇതൻ ഫസലഫി ഹയാത്തി, അതിൻ്റെ ജീവിതകാലത്തിൽ പിരിയുമ്പോൾ. അതിൽ ഇല്ലൽ ആദമീയ, ആദമീയ കേട്ടോ, മനുഷ്യനൊഴികെ. അതുപോലെ മനിയുൽ കൽബി, നായയുടെ ഇന്ദ്രിയം. വൽ ഖിൻസീരി, പന്നിയുടെ ഇന്ദ്രിയം എന്താണ്? നജസാണ്. വമാ തനജ്ജസ ബിഹി, ഇവകളെ കൊണ്ട് നജസായ ഒന്നും. ഇനി പറയാൻ പോകുന്നത് ഇവകളിൽ നിന്ന് ചിലത് ശുദ്ധിയാകും. ഈ നജസിൽ നിന്ന് ചിലത് ശുദ്ധിയാകും, ചിലത് ശുദ്ധിയാവുകയില്ല. അതാണ് ചർച്ച. വമ്മ തത്ഹീറുഹ, അപ്പോൾ ഇതിനെ ശുദ്ധിയാക്കൽ. ഫനജസുൽ ഐനി, തടി തന്നെ നജസായത്. അഥവാ ഇപ്പോൾ മൂത്രമാണെങ്കിൽ ആ തടി തന്നെ മൂത്രം ശുദ്ധിയാവോ? ഇല്ല. കാസ്റ്റാണെങ്കിലോ ഇല്ല. രക്തമാണെങ്കിലോ ശുദ്ധിയാവില്ല. എന്നാൽ ചിലത് എന്ത് ചെയ്യും? ശുദ്ധിയാകും. അതാ പറഞ്ഞ വമ്മ തത്ഹീറുഹ, ഇവിടെ ശുദ്ധിയാക്കൽ. ഫനജസുൽ ഐനി, തടി നജസായത് തന്നെ. ലാ യത്ഹുറു മിൻഹു, ഈ തടി നജസായിൽ നിന്ന് ശുദ്ധിയാകൂല. ഇല്ലൽ ഖംറു, കള്ളൊഴികെ. കള്ള് എന്താ? ശുദ്ധിയാകും. എങ്ങനെ? ഫതത്ഹുറു, ആ ഖംറു ശുദ്ധിയാകും. ബി തഖല്ലുലി ബി നഫ്സിഹ, അത് സ്വയം സുറുക്കിയായി മാറൽ കൊണ്ട്. ഒരാൾ കള്ള് വാങ്ങിക്കൊടുന്നു, അങ്ങനെ ഒരാഴ്ച രണ്ടാഴ്ച കുപ്പിൽ തന്നെ വെച്ചു. അത് സ്വയം പിന്നീട് എന്തായി? സുറുക്കയായി മാറി. സ്വയം സുറിക്കാൻ കേട്ടോ, അല്ലെങ്കിൽ അതിലേക്ക് മറ്റെന്തോ ചേർത്തോ, നമ്മളെ വക എന്തെങ്കിലും ചേർത്തോ, അങ്ങനെ ശുദ്ധിയായിട്ട് കാര്യമില്ല. സ്വയം സുറുക്കിയായി കഴിഞ്ഞാൽ ഖംറ് ശുദ്ധിയാകും. അതുപോലെ വൈല്ലാ ജിൽദുൽ മൈത്തത്തി, ശവത്തിൻ്റെ തോലയുകയും. ശവത്തിൻ്റെ തോൽ എന്ത് ചെയ്യും? ശുദ്ധിയാകും. എപ്പോൾ? ഫതത്ഹുറു, അപ്പോൾ ശവത്തിൻ്റെ തോല് ശുദ്ധിയാകും. പിദിബാഗി, ഊറക്കടൽ കൊണ്ട്. ഊറക്കട എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം കൊന്നയിലയും ഉപ്പവും മറ്റേ വസ്തുക്കളൊക്കെ ചേർത്ത് എന്ത് ചെയ്യും? ഈ ശവത്തിൻ്റെ തോലിലേക്ക് ഇടും. എന്നിട്ട് അതിൻ്റെ രോമങ്ങളൊക്കെ അത് കൊഴിഞ്ഞു പോകും, അതെടുത്തു പോകും.
എന്നിട്ട് പിന്നീട് നല്ല സ്ട്രോങ് ഉള്ളതായ ഒരു തൊലിയായി മാറും. അതുകൊണ്ട് നമുക്ക് പല ഉപകാരങ്ങളും എടുക്കാം. ബാഗ് ഉണ്ടാക്കാം, ബെൽറ്റ് ഉണ്ടാക്കാൻ പല ഉപകാരം നമുക്കിത് ഉണ്ടാക്കാം. എന്നാൽ പോലും സിവാ ജിൽദിൽ കൽബുൽ ഖിൻസിർ, നായ, പന്നി എന്നിവയുടെ തോലൊഴികെ. നായ പന്നിൻ്റെ തോല് ഉറക്കിട്ടാൽ എന്താവില്ല, ശുദ്ധിയാകൂല. അഹ്വാൻ മിനുഹുമ, ഇവ രണ്ടിൽ നിന്നും അഹ്വാനായി മാറി ഒന്നൊഴിക്കുകയും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നായ ചത്തു കഴിഞ്ഞാൽ ഒരു പുഴുക്കളിങ്ങനെ നായൻ്റെ മേലെ എന്ത് ചെയ്യും, കരിക്കും. ആ ഒരാളെ പൊയ്യിനെടുത്തിട്ട് കഴുകിയിട്ട് ശുദ്ധമാക്കിയിട്ട് എന്ത് ചെയ്ത് നമുക്ക് ഈസിലി നമസ്കാരം ശരിയാവും. കാരണം എന്താണ്, ഇവ രണ്ടിൽ നിന്നും ഹൈവാനായി മാറി വയ്ക്കുക. ഒരാളിപ്പോൾ അങ്ങനെ നിസ്കരിക്കണമെന്നല്ല, അങ്ങനെ മസല ചോദിച്ചാലോ പറഞ്ഞു കൊടുക്കണ്ടേ. അതാ പറഞ്ഞത്, വൈല്ലാ സ്വാർ അഹ്വാൻ മിനുഹുമ, രണ്ടിൽ നിന്നും അഹ്വാനായി മാറി ഒന്നുകയും. ഇൻഷാ അല്ലാഹ് കേട്ട ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.